ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ കഴിഞ്ഞ മാർച്ച് മാസം ഉണ്ടായ ശനിയുടെ രാശിമാറ്റമുണ്ട്. അതോടൊപ്പം ശുക്രനെ കണ്ട് പറയുന്ന മാളവ്യ പരിവർത്തന യോഗം പറഞ്ഞിട്ടുണ്ട്. പരിവർത്തനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശി സ്വക്ഷേത്രകാരകനായിരിക്കുന്ന ഒരു ഗ്രഹം മറ്റൊരു രാശിയുടെ സ്വക്ഷേത്രകാരകനും തമ്മിൽ പരസ്പരം പരിവർത്തനം ചെയ്യുന്നതിനെയാണ് പരിവർത്തന യോഗമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത്, പിന്നെ ഇതിൽ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാണുക. കാര്യം ഓരോ നാളുകാരെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം, മകം, പൂര, ഉത്ര, അത്തം, ചിത്തിര, ജ്യോതി, വിശാഖമലനം, കേട്ട, മൂലം, പൂരാട, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇത്യാദി എല്ലാ നാളുകാരുടെയും വ്യാഴം മാറുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമാണോ ഉണ്ടാകുക, എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടാവും ഇത്യാദിയുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത്. നാളെ 7/5/2025 ബുധവാരമാണ്, ബുധനാഴ്ച ദിവസമാണ്. 1200 ആണ്ട് മേടമാസം 24 തീയതിയാണ്. പൂരം നക്ഷത്രമാണ്. 30 നാഴിക 20 വിനാഴിക. ഇന്നലെ ആരോ ചോദിച്ചു, തിരുമേനി ശബരിമല പോവാറില്ലെന്ന് ചോദിച്ചു. എനിക്ക് ദേവസ്വം ബോർഡിലാണ് ജോലി. കൂടാതെ ഞാൻ ശബരിമല തന്ത്രിയുടെ കൂടെ ആയിരുന്നു കൊച്ചിലെ. പിന്നെ എൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, സഹോദരൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ, അദ്ദേഹം NSS കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ശബരിമല തന്ത്രിയുടെ മോളയാണ്, മൂത്ത തന്ത്രി, നീലകണ്ഠരൊരു തന്ത്രിയുടെ. അപ്പോൾ ഞാൻ പറയുന്നത്, പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും കീഴ്ക്കാവുമായിട്ട് ക്ഷേത്രമുണ്ട്. പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നു. അപ്പോൾ മേടമാസം 24 തീയതിയാണ്, പൂരം നക്ഷത്രമാണ്. 30 നാഴിക 20 വിനാഴിക. നമ്മൾ ഗമ പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ധരിക്കരുത്. പിന്നെ തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ വരെ കാരാഴ്മാവകാശം ഉണ്ടായിരുന്നവരാണ് ഞങ്ങൾ, മേൽശാന്തിസ്ഥാനം. ഇനി 10ാമത്തെ തിഥിയായിരിക്കുന്ന ദശമി തിഥിയാണ്. 10 നാഴിക 28 വിനാഴികയാണ് ദശമി തിഥിയുള്ളത്. മേടമാസം 24 തീയതി ആണെന്ന് ഞാൻ പറഞ്ഞു. പൂരം നക്ഷത്രമാണ്. മകം, പൂരം, ഉത്രത്തിൽ ഒരു പാദവും ചേരുന്ന 2.25 നക്ഷത്ര സമയം. ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലാണ്. ഇനി 1 മണിക്കൂറാണ് ഒരു ഹോര, കാലഹോര. അർക്ക, ശുക്ര, ബുധശ്ചന്ദ്ര, ശനി, ദൈവേഠ്യ, ഭൂമിജ. ഇതാണ് കാലഹോരയുടെ പ്രമാണം. പിന്നെ ഏകദേശം 2 മണിക്കൂറാണ് ഒരു ലഗ്നം. അപ്പോൾ ബുധവാരമാണ്. ഇനി ഗുളികൻ പകല് ചന്ദ്രൻ്റെ സ്വക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും ചൊവ്വയുടെ നീചരാശിയുമായിരിക്കുന്ന കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത്. പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശി ലഗ്നമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. ഇനി സൂര്യോദയം 6:09 സൂര്യാസ്തമനം 6:29 രാഹുഗ്രഹ സമയം 12 മണി മുതൽ 1:30 വരെയും ഗുളികഗ്രഹ സമയം 10:30 മുതൽ 12 മണി വരെയും യമകണ്ഠകാലം 7:30 മുതൽ 9 മണി വരെയുമാണ്. ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ കാലഹോര ബുധൻ്റെ കാലഹോരയാണെന്ന് ഞാൻ പറഞ്ഞു. ശുഭമുഹൂർത്തം 7 മണി 2 മിനിറ്റിന് മേൽ 7 മണി 21 മിനിറ്റിനകമുള്ള ചന്ദ്രൻ്റെ കാലഹോരയും ഇടവം രാശി ലഗ്ന, ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശി ലഗ്ന സമയവും ശുഭമുഹൂർത്തമാണ്. പിന്നെ ഒരു ശുഭമുഹൂർത്തം 10 മണി 4 മിനിറ്റിന് മേൽ 10 മണി 21 മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ്. അത് മിഥുനം രാശി ലഗ്ന സമയം. പിന്നെ ഒരു ശുഭമുഹൂർത്തം ഉള്ളത് 12 മണി 22 മിനിറ്റിന് മേൽ 12 മണി 41 മിനിറ്റിനകം എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഈ അഭിജിത്ത് മുഹൂർത്തം അനുകൂലപ്രദമാണ്. പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് 3 മണി 50 മിനിറ്റിന് മേൽ 4 മണി 7 മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ്. ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ, കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം, ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം, തിരുവാതിര, കാർത്തിക, അശ്വതി, തൃക്കേട്ട, പൂരാടം, അവിട്ടം, ചതയം, ചോതി, ഉത്രം, ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങൾ, വരവിനേക്കാൾ കൂടുതൽ ചിലവ്, ആയവും വ്യയവും, ആയം വരവും വ്യയം ചിലവും.
ആയവും വ്യയവും നോക്കിക്കഴിഞ്ഞാൽ വ്യയം കൂടുതലും ചിലവ് കൂടുതലും, മാനസിക സ്വസ്ഥതക്കുറവും, മേലധികാരികളുടെ അപ്രീതിയും, നിസ്സാര കാര്യത്തിന് കലഹവും, ഒരു തൊഴിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും, കുടുംബപരമായിട്ട് ഏറ്റവും സൗഹൃദമായിട്ടിരിക്കുന്നവരുമായിട്ട് നീരസമുണ്ടാവുകയും ഒക്കെ ഉണ്ടാകാം. പരിഹാരാർത്ഥം ചെയ്യേണ്ടത്, ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പാൽപ്പായസ നിവേദ്യം, അതോടൊപ്പം തുളസിഹാരം ചാർത്തുക, അതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൾ ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം വിശ്വം വിഷ്ണുവഷത്കാരോ ഭൂതഭവ്യ ഭവോൽപ്രഭോ ഭൂതകൾ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗതി അവ്യേ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവജ യോഗോ യോഗവിധാനേത പ്രധാന പുരുഷേശ്വര നരസിംഹ വപു ശ്രീമാൻ കേശവ. അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പാൽപ്പായസ നിവേദ്യം നടത്തുക, അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കുക. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതുപോലെ ദശമി ആയതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക, കടും പായസം അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞു പായസം ത്രിമധുരമൊക്കെ നിവേദ്യം നടത്തുക, മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക. അതോടൊപ്പം ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി നെയ്യിലോ തേനിലോ മുക്കി ലാജഹോമത്തിങ്കൽ, ലാജഹോമം എന്ന് പറഞ്ഞാൽ മലര് ഹോമത്തിങ്കൽ ഗണേശ ഗായത്രി മന്ത്രം ചൊല്ലി ഹോമിക്കുക. എന്ന് പറയുമ്പോൾ ഓം ഏകദന്തായ വിത്മകേ വക്രതുണ്ടായ ധീമകേ തന്നോ ദന്തി പ്രചോദയാൽ പേരും നാളും പറഞ്ഞ് ശാപം മോചന മോചന ഭാഗ്യം സാധയ സാധയ രോഗം മോചന മോചന സർവസൗഭാഗ്യ സിദ്ധ്യർത്ഥം സാധയ സാധയ ഇങ്ങനെ ജപിച്ച് മുക്കുറ്റി നെയ്യിലോ തേനിലോ മുക്കി ലാജഹോമത്തിങ്കൽ മലർ ഹോമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹോമിക്കുക. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 91-ാമത്തെ സങ്കീർത്തനം, കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന കോട്ടയം എന്ന് പറയും, ദുഷ്ടന്മാരുടെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അവിടുത്തെ ചിറകുകൾ വിശ്വസയും കവചയും പരിചയമായിരിക്കും. പകൽ പറക്കുന്ന അശ്രദ്ധയും ഉച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഭയപ്പെടേണ്ട. നിൻ്റെ വലതുഭാഗത്ത് 10,000-ങ്ങളും അങ്ങനെയുള്ള ആ സങ്കീർത്തനം ചൊല്ലുക. അതോടൊപ്പം 35-ാമത്തെ സങ്കീർത്തനം ചൊല്ലുക. ഇനി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഹരി, ഇശാഖ്, സുബഹി 5 നിസ്കാരവേളയിലും ഖുറാനിൽ ആദ്യത്തെ അധ്യായമായിരിക്കുന്ന ഫാത്തിഹ എന്ന ദിക്ർ 5 നിസ്കാരവേളയിലും ചൊല്ലുന്നത് അനുകൂലപ്രദമാണ്. ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ, ഭരദേവതകൾ, മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.